കുറ്റം ആരോ ചെയ്തതിനാൽ ഞാൻ മേടിക്കുന്ന അടിയല്ല. സത്യമാണോ? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ശിക്ഷ കിട്ടുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ? അതോ നിങ്ങളുടെ രണ്ട് മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? ഞാൻ അവരെ കുറ്റം പറയത്തില്ല. മാതാപിതാക്കൾ ശ്രേഷ്ഠരാ, ഉന്നതരാ. അവരെ കുറ്റം പറയാൻ പാടില്ല. ആ രണ്ട് മാതാപിതാക്കൾക്ക് 4 മാതാപിതാക്കളുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? എൻ്റെ അച്ഛനും അമ്മയും പറയും അവരുടെ മാതാപിതാക്കളോട്, നിങ്ങൾ ചെയ്ത കുറ്റത്തിനാണ് ഞാൻ ഈ ശിക്ഷയല്ല അനുഭവിക്കുന്നത്. അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. 4 പേർക്ക് 8 മാതാപിതാക്കളുണ്ട്. അവർ പറയുവാ അവരുടെ 16 മാതാപിതാക്കൾ ചെയ്ത കുറ്റത്തിന് അവർ മേടിച്ച ശിക്ഷയെല്ലാമെന്ന്. ഇങ്ങനെ കുറ്റം മുകളിലേക്ക് പോവുകയാണ്. സത്യത്തിൽ ആര് മേടിക്കുന്ന കുറ്റത്തിനാ ഞാനീ അടിയെല്ലാം മേടിക്കുന്നത്? നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ ഞാൻ കയ്പും കുടിച്ചേൻ. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ ഞാൻ കയ്പും കുടിച്ചേൻ. യേശുതമ്പുരാൻ പറഞ്ഞതല്ല, ഇത് ശ്രേഷ്ഠനായ ഒരാൾ അങ്ങനെ എഴുതി. സത്യമല്ലേ? ഹലോ, ജനിതത്തിന് തകരാറില്ലാതെ പിറക്കണം, എങ്കിലേ ഭൂമി സ്വർഗമാകത്തുള്ളൂ. അജ്ഞത മാറ്റണം. അത് രാമായണമല്ലേ? അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ലേ? ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടൊന്നും അല്ല സൃഷ്ടിച്ചത്, മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. ആദിയിൽ പിറന്നപ്പോൾ ആരായിരുന്നപ്പ? പുലേനോ പറയനോ ചണ്ടാളനോ? കുറെ മനുഷ്യരെ അങ്ങ് ഹീനജാതി ചുമത്തി. ഹീനന്മാര്, കണ്ടാ കൊള്ളാത്തവന്മാര്, നികൃഷ്ട ജീവികൾ. ഇവരെ കണ്ടാ കുളിക്കണം. അവർ പാടത്ത് പണി, രാവിലെ സൂര്യൻ ഉദിക്കുമ്പം മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ പാടത്ത് പണിത് അതാ അങ്ങനെ കറുത്തുപോയത്. പിന്നെ ദക്ഷിണേന്ത്യയിൽ പിറന്നതുകൊണ്ടും കറുത്തുപോയത്. ഇവരെ കണ്ടാ കുളിക്കണം. ഇവർ ഹീനജാതിയാ. ഹീനമായ പ്രവൃത്തി ചെയ്യുന്നവനാ ഹീനജാതി. ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നവർ ഈ പാപങ്ങൾ എന്തു പാപം ചെയ്തു? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പാടത്തിറങ്ങുകയും സൂര്യൻ അസ്തമിക്കുന്നവരെ ജോലി ചെയ്യുകയും അതിനുശേഷം കുളിച്ച് വന്നിട്ട് വീട്ടിൽ ആഹാരം ഉണ്ടാക്കുകയും മക്കളെ പോറ്റുകയും യാതൊരു ദുർശീലവും ദുർചിന്തയില്ലാതെ ജീവിച്ച ഇവർ ഹീനജാതി. സർവ്വതെമ്മാടിത്തരവും കാണിക്കുന്നവൻ വെളുത്തു തുടുത്ത് കൊഴുത്തിരിക്കുവാണെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. പിന്നെ ശ്രേഷ്ഠ വചനങ്ങളല്ലേ വായി നിങ്ങോട്ട് വീഴുന്നത്? ചെയ്യുന്ന പ്രവൃത്തിയോ വാരി കൂട്ടി. ശതകോടീശ്വരൻ തെറ്റാ, സഹസ്രകോടീശ്വരൻ. 1000 കോടിയുള്ളവനാ സഹസ്രകോടീശ്വരൻ. ഇവൻ്റെ ഉപദേശമോ കുറ്റം ചെയ്യരുത്, പാപം ചെയ്യരുത്, നന്മകളെ ചെയ്യാവൂ, ആരും ചൂഷണം ചെയ്യരുത്, ഈക്വലിസം, 2 ഉള്ളവന് 1 ഇല്ലാത്തവന് കൊടുക്കണം. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ യേശു ക്രിസ്തുവാണ്. അദ്ദേഹമാ പറഞ്ഞത് 2 ഉള്ളവന് 1 ഇല്ലാത്തവന് കൊടുക്കാൻ. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞത് യേശുദേവനാ. ഞാനൊരു മതത്തിൻ്റെയും വക്താവല്ല. രാമായണം എഴുതിയത് ആരാ? രാമായണം, അജ്ഞതമായണം. ഇത് രത്നാകരനാണ് എഴുതിയത്. രത്നാകരനായിട്ടിരുന്നാൽ ഇത് എഴുതാൻ പറ്റില്ല. അദ്ദേഹം വാൽമീകി മഹർഷിയായപ്പോഴാണ് എഴുതിയത്. ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല രാമായണം. ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി എഴുതിയതാണ് രാമായണം. അതുകൊണ്ട് ജാതിയും മതവും ഒക്കെ നോക്കാതെ അവനവൻ്റെ ജോലി ചെയ്യണം. അപ്പം നിങ്ങൾ ചോദിക്കും, വലിയ ജോലി ചെയ്യുന്ന ഒരാൾ
എടോ, എൻ്റെ ജോലി അജ്ഞത മാറ്റുക എന്നുള്ളത്. ജനിത തകരാറില്ലാത്ത കുട്ടിക്ക് എങ്ങനെ ജന്മം കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ ലോകത്തോട് പറയുന്നത്. ആര് വായിക്കാൻ? കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, വീഡിയോകളിലൂടെ. എടാ, ഒരു നല്ല കൊച്ചിന് ജന്മം കൊടുത്താൽ അവൻ പ്രായമാവുമ്പം അവൻ തെണ്ടിത്തരവും തെമ്മാടിത്തരവും ചെയ്യത്തില്ല. ഭൂമിയിൽ ആരും പറഞ്ഞു തരത്തില്ല. ഇത് അറിയാവുന്ന ഒരു നല്ല വിഭാഗം ജനതയുണ്ട്. ഇവിടെ ബ്രാഹ്മണർക്ക് മുഴുവൻ അറിയാം എങ്ങനെ ശ്രേഷ്ഠനായ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണമെന്ന്. നീ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനോട് ചോദിച്ചിട്ടുണ്ടോ? എനിക്കിതെല്ലാം പറഞ്ഞെന്ന ബ്രാഹ്മണ കുട്ടിയാ ശ്രേഷ്ഠനായ ഒരു കുട്ടിക്ക് എങ്ങനെ ജന്മം കൊടുക്കണം. അതാണ് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ അറിവ്. അല്ലാതെ അടിച്ചു പൂസായി പൂക്കുറ്റി വെളിവില്ലാതെ, തുരുമ്പ് വെളിവില്ലാതെ, സ്വയം നിയന്ത്രിക്കാൻ കെൽപ്പില്ലാതെ ചെന്നൊരു സൃഷ്ടികർമ്മം ഒരു കാപ്പത്തണ്ട് ചവിട്ടി ഓടിച്ച് കാലമോ കാലാവസ്ഥയോ നേരമോ പക്കമോ നോക്കാതെ തോന്നിയെടുത്തോട്ട് അങ്ങ് നാട്ടുക. ഇങ്ങനെ ജനിക്കുന്നവരൊത്തിരിയുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, ലക്ഷം ലക്ഷം മനുഷ്യരുള്ളത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. ഓട്ടംതുള്ളലില്ല. അതേ ഓട്ടംതുള്ളൽ എഴുതിയതേ അന്നത്തെ രാജാവിനെ വിമർശിക്കാൻ തന്നെയാണ് എഴുതിയത്. ഇന്നത്തെ രാജാവിനെ ആരെങ്കിലും വിമർശിച്ചാൽ അയ്യോ പറയണോ? പിന്നെ അവൻ്റെ ഗതി അധോഗതി, അവൻ്റെ കുടുംബം പോയി. അദ്ദേഹം സരസമായി രാജാവിനെ വിമർശിച്ചു, ജനങ്ങളെ വിമർശിച്ചു, കുറ്റങ്ങൾ എടുത്തു പറഞ്ഞു. ഇവിടെ കുറ്റം പറയണം. എൻ്റെ കുറ്റം എന്നോട് തന്നെ പറയണം രഹസ്യമായിട്ട്. ഒരു മിസ്റ്റർ ശശി, തനിക്ക് ഇന്ന പോരായ്മയുണ്ട്, അതുകൊണ്ട് താൻ ഇതൊക്കെ നിർത്തി നല്ല രീതിയിൽ ജീവിക്കണം. ആർക്കും പറയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? വിഷപ്പുല്ല് തിന്നാൻ പോകുന്ന പശുവിനെ പിടിച്ചു വലിച്ചാൽ വലിക്കുന്നവനെ കുത്താൻ ചെല്ലും പശു. ആര് ബലമായിട്ട് വലിക്കും? അതിൻ്റെ ഉടമ ബലമായിട്ട് വലിക്കും, അല്ലാതെ ആരും വലിക്കുകയല്ല. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വീഡിയോയ്ക്ക് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.